വി ശിവൻകുട്ടി ഉയർത്തിയ സമ്മർദ്ദം തള്ളി വി ജോയിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാക്കാൻ സിപിഐഎം തീരുമാനം. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു. അതൃപ്തി പരസ്യമാക്കിയ വി ശിവൻകുട്ടി ജില്ലാ നേതൃയോഗങ്ങളിൽ നിന്നും വിട്ടുനിന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ തിരുവനന്തപുരത്തെ നേതാക്കളെ കണ്ട് ഇന്നലെയാണ് സിപിഐഎമ്മിന്റെ സംസ്ഥാന നേതൃത്വം വി ജോയിയുടെ പേര് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ച ജില്ലാ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാതെ തലസ്ഥാനത്തെ മുതിർന്ന നേതാവ് കൂടിയായ വി ശിവൻകുട്ടി അതൃപ്തി പരസ്യമാക്കി. തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശിവൻകുട്ടിയും നീക്കം നടത്തിയിരുന്നു. ഇത് ലക്ഷ്യം കാണാത്തതിലുള്ള അമർഷമായിരുന്നു ബഹിഷ്കരണത്തിനു പിന്നിൽ. ശിവൻകുട്ടി വിട്ടുനിന്നത് പ്രതിഷേധം കൊണ്ടല്ല, സുഖമില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണെന്ന് വി ജോയ് പ്രതികരിച്ചു. ഇന്നലെ പോകുമ്പോൾ തന്നെ ഒരു സുഖമില്ലാതെയാണ് പോയത്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരത്തില്ല എന്ന് പറഞ്ഞു, സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. മറ്റു കാര്യങ്ങളൊന്നും അക്കാര്യത്തിൽ ഇല്ല. ഞാൻ നേരത്തെ സെക്രട്ടറി ആകുമ്പോഴും MLA ആയിരുന്നു, പുതുതായിട്ട് വന്നതല്ല. നേരത്തെയും MLA ആയിരുന്നു. അതുകൊണ്ട് പാർട്ടി തീരുമാനിച്ച് നൽകിയതാണ്. പാർലമെന്ററി രംഗത്തുള്ള ആളെ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് നിയോഗിക്കരുത് എന്നാണ് സിപിഐഎമ്മിലെ തീരുമാനം. ഇത് മറികടന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെ 2 തവണ വി ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയത്. ഇത്തവണ വീണ്ടും ജോയ് വർക്കലയിൽ മത്സരിച്ചതോടെ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല A റഹീമിന് നൽകി. വി ജോയെ വീണ്ടും ജില്ലാ സെക്രട്ടറി ആക്കുന്നതിൽ ജില്ലയിലെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു. പുതിയ ആളെ കൊണ്ടുവരണമെന്ന അഭിപ്രായം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. ഈ എതിർപ്പുകൾ മറികടന്നാണ് സമവായം എന്ന നിലയ്ക്ക് കൂടി ജോയിയെ തന്നെ ജില്ലാ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനം. എന്നാൽ ഇന്നു ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ വി ജോയിയെ തെരഞ്ഞെടുത്തത് ഐകകണ്ഠ്യേനയാണെന്നും പുറത്തുവന്ന വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണെന്നും സിപിഐഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിശദീകരിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.